അതുകൊണ്ട് കൃഷ്ണ ഭഗവാന്റെ ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ചെറിയ കൊച്ചു കൃഷ്ണനാണ്. കൃഷ്ണൻ വെണ്ണ കറ്റ് തിന്നുവല്ലോ അല്ലെ. അപ്പോ ഒരു ദിവസം ഇങ്ങനെ ഒരു ഗോപികയുടെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കട്ട് തിന്നാണ്. അപ്പൊ ഗോപിക പിടിച്ചു, കള്ള കൃഷ്ണൻ, ഞങ്ങളൊക്കെ കഷ്ടപ്പെട്ടാണ് വെണ്ണ ഉണ്ടാക്കുന്നത്, നീ അങ്ങനെ ചുളുക്കിൽ എടുത്തോണ്ട് പോകാൻ പറ്റുമോ നിനക്ക്? വെണ്ണ വേണമെങ്കിൽ അതിന് പണി ചെയ്യണം, പരിശ്രമിക്കണം. അപ്പൊ കൊച്ചു കൃഷ്ണനാണ്. അപ്പൊ കൃഷ്ണൻ പറയാ, ഗോപിക അമ്മ എന്ത് പറയൂ ഞാൻ അത് ചെയ്തോളാട്ടോ. അപ്പൊ നീ പണി ചെയ്യണം. എന്താ ചെയ്യേണ്ടെന്ന് അറിയോ? ഇതാ അവിടെ ചാണകം കൊണ്ട് ഉണ്ടാക്കിയ വരളിയില്ലേ, വരളി എന്നാണോ നിങ്ങൾ പറയാ, ഇങ്ങനെ വട്ടത്തിലൊരു സാധനം, അപ്പൊ അത് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം. അപ്പൊ അത് കുന്നുപോലെ കൂട്ടി വെച്ചിരിക്കാൻ. അപ്പൊ അത് അവിടെ നിന്ന് ഇവിടെ വരെ കൊണ്ടുവരണം. അപ്പൊ ഓരോന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുമല്ലോ അല്ലെ. അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞു, ഗോപികാമ്മ എനിക്ക് എന്തെങ്കിലും ചട്ടിയോ, അല്ലെ ചട്ടിയല്ലല്ലോ, എന്താന്ന് പറയാ, കുട്ട, കൊട്ട തരുമോ എന്ന് ചോദിച്ചു. ശരി തരാലോ, പക്ഷെ നീ വലിയ ആളല്ലല്ലോ, കുഞ്ഞാളല്ലേ, അപ്പൊ കുഞ്ഞാൾക്ക് കുഞ്ഞു കൊട്ടയാണല്ലോ കൊടുക്കണ്ട, അതുകൊണ്ട് കുഞ്ഞു കൊട്ട കൊണ്ടുവന്നു. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു, ശരി ഓരോന്നും മെല്ലെ കൊണ്ടുവരാൻ പോകുന്നതിന് മുൻപ് അമ്മയോട് പറഞ്ഞു, ശരി ഞാൻ ഈ സാധനങ്ങൾ ഇപ്പുറത്തുനിന്ന് അവിടെ വരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര വെണ്ണ തരും എനിക്ക് എന്ന് ചോദിച്ചു. ആദ്യമേ തന്നെ ബിസിനസ്മാൻ ആണല്ലോ അല്ലെ എല്ലാവരും, അതുകൊണ്ട് നമ്മൾ ഉറപ്പിക്കണമല്ലോ പറഞ്ഞു എത്ര വേണം എന്നുള്ളത്. അപ്പൊ ഗോപിക പറഞ്ഞു, ശരി ഓരോ കൊട്ട അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും നിനക്ക് ഒരു നക്ക് വെണ്ണ തരുമെന്ന് പറഞ്ഞു. ഒരു നക്ക് വെണ്ണ. ശരി, പക്ഷെ ഞാൻ എത്ര കൊട്ട കൊണ്ടുപോയിന്ന് എങ്ങനെ അറിയാൻ പറ്റുക? ഞാൻ ഇതിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും അറിയില്ല, ആ വർക്കിൽ മുഴുകിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും അറിയില്ല, അപ്പൊ എങ്ങനെ ആരാ എണ്ണുക എന്ന് ചോദിച്ചു. അപ്പൊ ഗോപിക അമ്മ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യാം, ഓരോ പ്രാവശ്യവും കൊട്ട അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഈ മണ്ണ് കൊണ്ട്, ഈ മണ്ണും വെള്ളം കൂടെ മിക്സ് ചെയ്യുമ്പോൾ ഒരു സാധനം കിട്ടുമല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു പൊട്ട് തൊടും നിന്റെ മുഖത്ത്. ഓരോ പ്രാവശ്യം കൊണ്ടുപോകുമ്പോൾ ഒരു പൊട്ട് നിന്റെ മുഖത്ത്. അപ്പൊ അവസാനം ആവുമ്പോഴത്തേക്ക് എത്ര പൊട്ട് നിന്റെ മുഖത്തുണ്ടോ അത്രയും നക്ക് വെണ്ണ ഞാൻ നിനക്ക് തരാം. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ശരി അമ്മ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്തു, കൃഷ്ണൻ, കുഞ്ഞു കൃഷ്ണനാണ്, കുട്ടി കൃഷ്ണൻ, കഷ്ടപ്പെട്ട് കൊട്ടയില് വാരിയെടുത്തു, അങ്ങോട്ട് കൊണ്ടുപോയി, എന്നിട്ട് വേർത്തൊലിക്കും എന്നിട്ടും കൊണ്ടുപോവാണ്. ഗോപിക അമ്മ ഇങ്ങനെ മാറി നിന്നോണ്ട് നോക്കാണ്. ആ ആനന്ദത്തിൽ ഇങ്ങനെ മുഴുകി കണ്ണുനീർ വാർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഓരോ പ്രാവശ്യം കൊണ്ടുപോകും, എന്നിട്ട് വരും, ഗോപിക അമ്മ പൊട്ട് തൊടൂ, ഒരു പൊട്ട്. അവസാനം ആകുമ്പോഴത്തേക്കും ആ സുന്ദര ഭംഗിയായ മുഖത്ത് എത്ര പൊട്ടുകളല്ലേ. ഇതൊക്കെ കഴിഞ്ഞു വന്നിട്ട് വന്നു, ഞാൻ പണിയൊക്കെ തീർത്തു കഴിഞ്ഞു കേട്ടോ, ഇനി എനിക്ക് തരൂ, വെണ്ണ തരൂ. ആ മുഖം നമുക്ക് ഭാവന ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെ. അപ്പൊ പറഞ്ഞു, അങ്ങനെയൊന്നും തരാൻ പറ്റില്ല കേട്ടോ, ഇത് മാത്രം ചെയ്തൊന്നും പോരാ, നീ എനിക്ക് വേണ്ടി ഓടക്കുഴൽ വായിക്കണം. അതും വായിച്ചാൽ മാത്രം പോരാ, ഡാൻസ് കളിച്ചുകൊണ്ട് വരണം, നീ നട്ടരാജനല്ലേ, അതുകൊണ്ട് നൃത്യം ആടിക്കൊണ്ട് നീ ഓടക്കുഴൽ വായിക്കണം. ശരി ഞാൻ അത് ചെയ്യാലോ. അപ്പൊ കൃഷ്ണൻ ആ ഓടക്കുഴൽ നാദം മുഴക്കിയപ്പോഴത്തേക്കും ഗോപിക സമാധിയിലായി എന്നാണ്. അപ്പൊ നമുക്ക് ഇവിടെ ആലോചിച്ച് നോക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷ്ണൻ സർവ്വലോകത്തിന്റെ മുഴുവൻ നാഥനാണല്ലോ അല്ലെ. പക്ഷെ ആ നാഥൻ ഒരു സാധാരണ ഒരു സ്ത്രീയുടെ ചൊൽപ്പടി കേട്ടുകൊണ്ട് എന്തൊക്കെയാ ചെയ്യുന്നതല്ലേ. എന്താ ചെയ്യാത്തത് ഭഗവാൻ? ഒന്ന് മാത്രമേ നോക്കുള്ളൂ ഭഗവാൻ, ഭക്തി, പ്രേമം. അപ്പൊ ഭാഗവത പഠനത്തിലൂടെ ആ ഭക്തി പ്രേമം പരിപൂർണമായി നമ്മുടെ മനസ്സിൽ നിറയട്ടെ. ഉത്തമനായിട്ടുള്ള ഒരു ആചാര്യയെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സദസ്സും ഉത്തമം തന്നെയാണ്, തീർച്ചയായിട്ടും പറയേണ്ടതില്ലല്ലോ. സംഘാടകരും ഉത്തമം തന്നെയാണ് കേട്ടോ. ഒരു ഗംഭീരമായിട്ട് അവരുടെ ഈ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ടോക്കിൽ ഞാൻ കേട്ടു, ഓ എന്ത് വിശാലമായിട്ട് ഇതൊക്കെ നടത്തുന്നത്, അഭിനന്ദനപൂർവ്വം തന്നെയാണ് ഇത്. അതുകൊണ്ട് പ്രേമം എല്ലാവരുടെയും മനസ്സിൽ ഈ ഭാഗവത സപ്താഹം ഓരോ ദിവസവും കൂടുന്തോറും പ്രേമം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. അനുഗ്രഹീതയായത് ഞാനാണ്. ഗ്രഹണം അനു യത് സംഭവതി തത് അനുഗ്രഹം. അനുഗ്രഹം അല്ലെ. അപ്പൊ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അതിനുശേഷം എന്താ സംഭവിക്കുന്നത്, അതാണ് അനുഗ്രഹം. ആരെയാ പിടിക്കേണ്ട? ഭഗവാൻ അല്ലെ. അപ്പൊ ഭാഗവതത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുഗ്രഹം സംഭവിക്കും. ആ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. നമസ്തേ.